പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നലെ പുഴയിൽ കാണാതായ വിദ്യാർത്ഥികളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. എല്ലാവരും ദുആ ചെയ്യണം. ഇരട്ടി പഴശ്ശി ജലാശയത്തിന്റെ ഭാഗമായ പടിയൂർ പൂവമ്പുഴയിൽ ഇന്നലെ വൈകിട്ട് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ പുനരാരംഭിച്ചെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. ഇരിക്കൂർ സിബ്ക കോളേജിലെ BA സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥികളായ എടയന്നൂർ സ്വദേശി ഷഹബാന 28 വയസ്സ്, അഞ്ചരക്കണ്ടി സ്വദേശി സൂര്യ 23 വയസ്സ് എന്നിവരെയാണ് കാണാതായത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ഇരട്ടിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന മുങ്ങൽ സംഘവും ഏറെ നേരം ഡിങ്കിയും മറ്റും ഉപയോഗിച്ച് ഇന്നലെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്നലെ രാത്രി 7:30 നിർത്തിവെച്ചിരുന്നു. വീണ്ടും തിരച്ചിൽ ഇന്ന് രാവിലെ 7 മണിയോടെ പുനരാരംഭിച്ചു. കോളേജിലെ പരീക്ഷയ്ക്കെത്തിയ ഷഹർബയും സൂര്യയും പരീക്ഷ കഴിഞ്ഞ് അടുത്തിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ സഹപാഠിയായ പടിയൂർത്തൂർ പൂവത്തെ ജസീനയുടെ വീട്ടിലെത്തി അവിടെ നിന്നും ചായ കുടിച്ച ശേഷം പുഴയോരത്ത് ഫോട്ടോ എടുക്കാനായി പോയതായിരുന്നു. മൊബൈൽ ഫോണിൽ ചിത്രങ്ങളും വീഡിയോയും പകർത്തിയതിനു ശേഷം പൂവത്തെ കൂറ്റൻ ജലസംഭരണിക്ക് സമീപം ഇരുവരും പുഴയിലിറങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട മീൻപിടുത്തക്കാരും ജലസംഭരണിക്ക് മുകളിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരനും ഇവരെ വിലക്കിയെങ്കിലും നിമിഷങ്ങൾക്കകം ഒഴുക്കിൽപ്പെട്ട് മുങ്ങുകയായിരുന്നു. വിദ്യാർത്ഥികളിൽ ഒരാൾ മീൻ പിടിക്കുന്നവരുടെ വലയിൽപ്പെട്ടെങ്കിലും വലിച്ചു പുറത്തെടുക്കാൻ ശ്രമിച്ചതോടെ വലയിൽ നിന്നും വേർപെട്ടുപോയി. എടവന്നൂരിലെ മുഹമ്മദ് കുഞ്ഞിയുടെയും അഫ്സത്തിന്റെയും മകളാണ് ഷഹർബാന. പിതാവ് മുഹമ്മദ് കുഞ്ഞി ഏതാനും മാസം മുമ്പാണ് മരണപ്പെട്ടത്. വിവാഹിതയാണ്. അഞ്ചരക്കണ്ടിലെ പ്രതീഷിന്റെയും സൗമ്യയുടെയും മകളാണ് സൂര്യ. അവർക്ക് വേണ്ടി ഇങ്ങനെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, പ്രധാനമായും ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയുള്ള ദുആ മാത്രമാണ്. പടച്ച റബ്ബേ, ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ. റീൽസിന്റെ പേരിൽ പല അബദ്ധങ്ങളിലും നമ്മുടെ മക്കൾ ഇന്ന് ചെന്ന് ചാടുന്നുണ്ട്. എല്ലാ മക്കളെയും തൊട്ട് പഠിച്ചവൻ കാക്കട്ടെ. എല്ലാ മക്കൾക്കും നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ. ആമീൻ. അപകട മരണങ്ങളെ തൊട്ട് കാക്കട്ടെ അല്ലാഹ്. ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മെ പെടുത്തല്ലേ റബ്ബേ. ആ മരണപ്പെട്ടവർക്ക് നീ സ്വർഗം നൽകണേ റബ്ബേ. അള്ളാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ റബ്ബേ. എല്ലാവരും എന്നും നിസ്കാരത്തിന് ശേഷം ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് കാവലാകണമേ അല്ലാഹ്, രക്ഷയാകണേ അല്ലാഹ്. ഒരു അബദ്ധത്തിലും നമ്മളെ പെടുത്തല്ലേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക ആ കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും.